സർ, കേരളത്തിലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ചുവട് പിടിച്ചാണ് മാധ്യമങ്ങളിൽ മിക്ക മന്ത്രിസഭകളും ആരായിരിക്കും ഏതായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. പ്രദീപ് സാറിന്റെ ഒരു വിലയിരുത്തലിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ എങ്ങനെ കാണാം? അപ്രതീക്ഷിതമായി ഒന്നും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചില്ല. ഈ പരിപാടിയിൽ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ മൂന്നാം ഊഴം പിണറായി വിജയൻ ഇല്ല എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന സൂചന. ഇത് സത്യമാണ്. LDFന്റെ 10 വർഷത്തെ ഭരണമായിരിക്കുന്നു. ഭരണമാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് UDF അധികാരത്തിൽ അത് എത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് എന്ന് മാത്രമേ മെയ് 4-ാം തീയതിയിലെ ശരിയായ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാനുള്ളൂ. 94 സീറ്റുകൾ വരെ UDFന് ലഭിക്കും എന്നാണ് ഒരു എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്? നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ പിണറായി വിജയൻ സർക്കാരിനെതിരായ വലിയ ജനവികാരം ഉണ്ട്, ആന്റി ഇൻകംബൻസി. അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും വ്യാപകമായി സംഭവിച്ചു എന്നാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന സൂചന. ഇത് മാത്രമല്ല, നേതൃനിരയുടെ അഭാവം. പിണറായി വിജയനിൽ മാന്ത്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് LDF നടത്തിയത്. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ വലിയ രണ്ടാമത് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവും LDFനില്ല. LDF UDFന് മേൽ വളരെ വലിയ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിച്ചത് UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി എന്നുള്ളതായിരുന്നു. സത്യത്തിൽ UDFന്റെ നേതൃബാഹുല്യമാണ് ജനങ്ങളെ UDFലേക്ക് ആകർഷിച്ച മുഖ്യ ഘടകങ്ങളിൽ ഒന്ന്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് VD സതീശൻ, രമേശ് ചെന്നിത്തല. കോൺഗ്രസിന്റെ നേതൃനിരയിൽ ബാക്കിയുള്ളവർ ആര് എന്ന് നോക്കുക. KPCC അധ്യക്ഷനുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ജെൻസി തലമുറയിൽ വലിയ പിന്തുണയുള്ള ശശി തരൂർ, യുവതലമുറയുടെ ഹരമായ ഷാഫി പറമ്പിൽ, അങ്ങനെ നേതാക്കന്മാരുടെ ഒരു വലിയ നിരയാണ് UDF പ്രചാരണത്തെ നയിച്ചത്. ജനങ്ങൾ ഇത് മുഴുവൻ താരതമ്യം ചെയ്ത് വിലയിരുത്തുന്നുണ്ട്. പിണറായി വിജയന് ശേഷം ആരുമില്ല. രണ്ടാം നിര നേതാക്കന്മാരെയൊക്കെ കഴിഞ്ഞ തവണ ഒഴിവാക്കി. അത് തോമസ് ഐസക്കാണ്, G സുധാകരനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരെ മുഴുവൻ ഒഴിവാക്കി. അപ്പൊ പകരം വെക്കാൻ പറ്റുന്ന നേതൃനിരയിൽ ആരുമില്ല. യുവനിര വളരെ ശൂന്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് 82 വയസ്സുള്ള രോഗങ്ങൾ അലട്ടുന്ന പിണറായി വിജയന് ഒരു മൂന്നാം ഊഴം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പാർട്ടി അണികൾ തന്നെ കാര്യമായി ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. അതിന്റെ പ്രതിഫലനം എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായാണ് 6 മുൻ CPM MLAമാർ പാർട്ടി വിട്ടുപോവുകയും 5 പേർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. UDFന്റെയും ഒക്കെ ഭാഗമായി മത്സരിച്ചു. അത് ആയിഷ പോറ്റി, G സുധാകരൻ, S രാജേന്ദ്രൻ, PV അൻവർ, കാരാട്ട് റസാഖ്, അദ്ദേഹം കൊടുവള്ളിയിലെ MLA ആയിരുന്നു 2016. PK ശശി. ഇതിൽ S രാജേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. കണ്ണൂരിലെ തന്നെ പിണറായി വിജയൻ കണ്ണൂരിലെ കോട്ട എന്ന് പറയുന്ന CPMന്റെ ഭേദ്യം ചെയ്യാനാവാത്ത ശക്തി കേന്ദ്രത്തിൽ തന്നെ 2 മുതിർന്ന നേതാക്കന്മാർ TK ഗോവിന്ദൻ തളിപ്പറമ്പിലും V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും മത്സരിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും റിബലുകൾ ഒരു മത്സര രംഗത്ത് വരുന്നത്. മാത്രമല്ല, സഹ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIയിൽ നിന്നും നാട്ടികയിൽ CC മുകുന്ദൻ പോയത് BJPയിലേക്കാണ്. K അജിത്, വൈക്കം MLA ആയിരുന്ന K അജിത് പോയതും BJPയിലേക്കാണ്. മാത്രമല്ല, അവിടുത്തെ മുൻ MLA P നാരായണന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ BJPയിൽ ചേർന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇത്ര നേതൃനിരയിലുള്ള ആൾക്കാർ പുറത്തേക്ക് പോവുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നത്. അത് LDFന് വലിയ ദോഷം ചെയ്തു എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇനി വരുന്ന യഥാർത്ഥ ഫലങ്ങളും തെളിയിക്കുന്നത്. ഇത് മാത്രമല്ല, ആകർഷകമായ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വെക്കുവാൻ LDFന് സാധിച്ചിട്ടില്ല. LDFന്റെ മുദ്രാവാക്യങ്ങൾ നേരത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞ പോലെ
അമൂർത്തമായിരുന്നു. നോളജ് സിറ്റി, ഇവിടെ പാസ്സാകുന്നവർക്കെല്ലാം തൊഴിൽ, അതൊക്കെ ആര് വിശ്വസിക്കും? മറിച്ച് ജനജീവിതവുമായി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകളാണ് UDF നൽകിയത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ ധനസഹായം, ഗ്യാരണ്ടി ഇല്ലാതെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ വായ്പ, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ ജനങ്ങൾ വിശ്വസിച്ചു. പക്ഷെ LDF വിശ്വസിച്ചിരുന്നത് ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല, ഒട്ടേറെ കാലം മുടങ്ങിയിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കൂട്ടി അത് കൊടുക്കാൻ ആരംഭിച്ചു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങി അത് കൊടുക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ LDFനെതിരായി വോട്ട് ചെയ്ത പാവപ്പെട്ടവരും സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ LDF വീണ്ടും വന്നാൽ ഈ പെൻഷനുകൾ മുടങ്ങും, പഴയ അവസ്ഥയിലേക്ക് എത്തും എന്ന് ആത്മാർത്ഥമായും വിശ്വസിച്ച ജനവിഭാഗം LDFന് വോട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇതൊരു സംസ്ഥാനത്തെ ദളിത് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒട്ടേറെ സംഘടനകൾ, 40 മേളിൽ സംഘടനകൾ ഈ തവണ, അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് ശേഷം LDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഒരു തുടർ ജനവിധി ഉണ്ടായത്. 2024 ലോക്സഭയിൽ LDFനെ പരാജയപ്പെടുത്തി UDFന് വൻ ഭൂരിപക്ഷം കൊടുത്തു. അതിനുശേഷം നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ CPMന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചു. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ LDFന്റെ മുൻ ഭൂരിപക്ഷം 3-1 കുറയുകയും ചെയ്തു. അത് കഴിഞ്ഞുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ വിധിയെഴുത്തായിരുന്നു കേരള ജനത നടത്തിയത്. ആ 3 തെരഞ്ഞെടുപ്പിന്റെയും രാഷ്ട്രീയ വിധിയുടെ പിന്തുടർച്ചയായിട്ടാണ് ജനവിധിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, മറ്റൊരു വലിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ, പ്രത്യേകിച്ച് CPMന്റെ നട്ടലായിരുന്ന ഈഴവ ജനവിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്കുണ്ടായ വോട്ട് വർധനവിന്റെ മുഖ്യ കാരണം ഈഴവ കേഡർ, CPMന്റെ കേഡറിൽ നിന്നുള്ള ചോർച്ചയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ചോർന്നുപോയി. പാർട്ടിയിൽ നിന്നും വിമതന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നു. ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗവും ഈ പ്രാവശ്യം തുടർ ഭരണത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തി. അതുകൊണ്ട് വളരെ ലളിതമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി. സത്യത്തിൽ ഒരു 40-50 സീറ്റുകളിൽ ഒഴികെ സംസ്ഥാനത്ത് ഉടനീളം കടുത്ത മത്സരം എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രം, ഫലങ്ങളുടെ ഒരു ലിമിറ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഒരു 6-7% ആൾക്കാരോളം LDFനെതിരായി വോട്ട് കൂടുതലായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 94 VD സതീശൻ പറയുന്ന ആ മാജിക്കൽ ഫിഗറിലേക്ക് 100 എന്ന സംഖ്യയിലേക്ക് UDF എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് മെയ് 4-ാം തീയതി യഥാർത്ഥ ഫലം വരുമ്പോൾ പിണറായി വിജയൻ വനവാസത്തിന് പോവും. VD സതീശൻ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുള്ള UDF, ഐക്യ ജനാധിപത്യ മുന്നണി, കേരളം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരിക്കും. CPMന് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം, രാഷ്ട്രീയ തകർച്ചയായിരിക്കും ഉണ്ടാകാൻ പോവുക. യെസ്, എന്തായാലും അത്തരത്തിലൊരു രാഷ്ട്രീയ തകർച്ചയാണോ വരാൻ പോകുന്നത് എന്നത് കണ്ടറിയേണ്ടതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചർച്ചകളും മാധ്യമങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ഏത് നിലയിലായിരിക്കാം പിണറായി വിജയന് ഭരണ തുടർച്ചയുണ്ടാകും എന്ന് CPM പ്രചരിപ്പിക്കുന്ന അത്തരം പ്രസ്താവനകളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നേർവിപരീതമായ കാര്യങ്ങളാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.